പോവുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, വരട്ടെ അനുയായി. അവിടുന്ന് കാരുണ്യമാണ്, പുണ്യപൂമാൻ. അതുമാത്രം പറഞ്ഞാൽ ദിവസങ്ങൾ നമുക്ക് മതിയാകില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ ലോകമോ, ലോകം മുഴുവൻ പ്രഭാവം നിറച്ച മഹാനാണ് ഹബീബ്. ഖുൽഖ് കി ഖുശ്ബൂ ഹെ പോശീദാ ഹെ സീറത്ത് കാ ഗുലാബ്, आप आए तो महक उठा बसीरत का गुलाब, शख्सियत को आपकी तबा कहा फुर्ഖാൻ कहा. അവിടുന്ന് ഹബീബിന്റെ സ്വഭാവത്തിന്റെയും പ്രഭാവത്തിന്റെയും നിദാനങ്ങൾ മുഴുവനും അവിടുന്ന് നറുമണം പരത്തുന്ന മഹനീയമായ പനിനീർ പുഷ്പങ്ങളെപ്പോലെ വിതറി നിൽക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, സാബിത്ത് ബിൻ ഖൈസ് എവിടെ? ഹാജരാകട്ടെ. വിനീതമായ ഭാവങ്ങളോടെ മദീനായുടെ മലർവനിയിൽ ഇരുന്ന് മുസ്തഫായുടെ മഹനീയമായ മുഖഭാവങ്ങളെ കണ്ട് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു വന്നിരിക്കുമ്പോൾ ചോദിക്കുന്നു, പ്രിയപ്പെട്ട സഹോദരാ, കുറച്ച് ദിവസമായല്ലോ, എന്തേ ഇവിടെ ഒന്ന് ഹാജരാകാത്തത്? അപ്പോഴാണ് സ്വഹാബികൾ നേരത്തെ പറഞ്ഞതുപോലെ പറയുകയാണ്, യാ റസൂലല്ലാഹ് അനംറുൻ ജഹീറുസ് സൗതി, അല്ലയോ ഹബീബായ നബിയേ, ഞാൻ അല്പം ശബ്ദമുയർന്ന ആളാണ്. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ശബ്ദമുയർന്നു പോയാൽ അമലുകൾ മുഴുവനും നഷ്ടമാണെന്ന് ഖുർആൻ പറയുമ്പോ എന്റെതെല്ലാം നഷ്ടമായി പോലേ നബിയേ? അതാലോചിച്ചിട്ട് വരാത്തതാണ്. കാരണം അവിടുത്തെ ഖൽബ് പാവമാണ്, ഹബീബിനോട് പ്രണയമാണ്, ലോകത്തോടാകമാനം നന്മയുടെ ഭാവങ്ങൾ മാത്രമുള്ള സ്വഹാബിയാണ്. സഹോദരാ, സ്വഹാബിമാരുടെ ജീവിതത്തിൽ ഒരിടത്ത് പ്രണയം അവിടുന്ന് വളരെ വൈകാരികമായി ഉയർന്നു നിൽക്കുകയാണ്, മറുഭാഗത്ത് ആദരവ് അതിൻ്റെ മുഴുവൻ മകുടങ്ങളെയും അണിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വാചകങ്ങൾക്ക് ക്ഷാമം അനുഭവിക്കുന്ന മഹനീയമായ വർണ്ണനയുടെ പ്രപഞ്ചമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ എങ്ങനെ അവതരിപ്പിക്കണമെന്നറിയാതെ ലോകം മുഴുവനും അവിടുന്ന് പരിക്ഷീണിതമായി വീണുപോയതാണ്. അത്രയും മഹനീയമായ സന്നിധാനത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, നബിയേ, ഞാനെന്തു ചെയ്യാനാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടുവീഴ്ചയുടെ വിഹായുസ്സാണ്, വിധേയത്വത്തിന്റെ മഹനീയമായ ലോകമാണ്. അവിടുന്ന് ചോദിക്കുന്നു, സാബിത്തേ, അമാ തർലാ അൻ തഈശ ഹമീദാ وتقتل شهيدا وتدخل الجنة. ഓ സാബിത്ത് ബിൻ ഖൈസ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് വിധേയമായി സ്തുത്യർഹമായ ജീവിതം നയിച്ച് ഷഹീദായി ലോകത്തോട് വിട പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? മീൻസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം സാബിത്തിന്റെ ഇടമെവിടെയാണ്. പറുദീസയിലെ പരവതാനികൾക്ക് നടുവിലെ പളുങ്കു കൊട്ടാരത്തിലാണ് സാബിത്തിന്റെ വീട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുയായിയാണ്, സ്വർഗസ്ഥരാകുന്ന ആളാണ്. അതുകൊണ്ട് അവിടുത്തെയുടെ ടെൻഷൻ മുഴുവനും മാറ്റാൻ ചോദിക്കുന്നു, അല്ലയോ സാബിത്തേ, നല്ലതുപോലെ ജീവിച്ച് ഷഹീദായി മരിച്ചിട്ട് അവസാനം സ്വർഗത്തിൽ കടന്നാൽ മതിയോ?
കാണ സുസ്മേരവദനായി മഹാനവറുകൾ വരുമ്പോ യമാമായുടെ രണാങ്കണത്തിൽ വെച്ച് ലോകത്തോട് വിട പറഞ്ഞ് സ്വർഗീയ നറുമണം ആസ്വദിച്ചു പോയപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന അനുയായികളെ, ഇത് പറഞ്ഞു പോകാനുള്ളതല്ല, കേട്ടുപിരിയാനുള്ളതല്ല, സമ്മേളനത്തിന്റെ തുടക്കമായ ഒരു ചടങ്ങല്ല. നമ്മുടെ ജീവിതം ഹബീബിന്റെ സന്നിധിയിലെവിടെ? ഒരു ശബ്ദമുയർന്നപ്പോഴേക്ക് മനസ്സു നൊന്തുപോയെങ്കിൽ അവിടുന്ന് വിരോധിച്ച കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്ന നമ്മുടെ അവസ്ഥ എന്താണ്? കള്ളുകുടിയുടെയും പെണ്ണുപിടിയുടെയും തോന്നിവാസത്തിന്റെയും അരുതായ്മയുടെയും ആഴിയിൽ കിടന്ന് ആനുകാലിക മനുഷ്യൻ അല്ലാഹുവിനോടകന്നുകൊണ്ടിരിക്കുമ്പോ മദീനയിലെ രാജാവ് വേദനിക്കുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ അർദ്ധനഗ്നകളായി തെരുവിലേക്ക് ഇറങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണെന്ന് അവകാശപ്പെട്ട് ഔറത്ത് മറയ്ക്കാതെ നടന്നാൽ മദീനയിലെ രാജാവ് കരയുന്നുണ്ട് മോളെ. ഒരുപക്ഷേ നീ ഇവിടെ ആസ്വാദനത്തിൽ അലതല്ലിച്ചിരിക്കുകയാണെങ്കിൽ ഇൻ വജത്തു ഖൈറൻ ഹമിത്തുല്ലാഹ്, ഈ മഹനീയമായ സദസ്സ് മഹത്തുക്കളായ സാദാത്തുക്കളുടെ അധ്യക്ഷതയിൽ പണ്ഡിതന്മാരുടെ ആശീർവാദത്തോടെ നടക്കുമ്പോ മദീനയിലെ രാജാവ് ചിരിക്കുകയാണ്. കാരണം ഈ സ്ഥാപനം അല്ലാഹുവിന്റെ ഹബീബിന്റെ സമ്മതത്തിന്റെ തുടർച്ചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഇന്നേ വരെ ലോകത്ത് ലീഡർഷിപ്പ് നൽകിയ എല്ലാ ഇമാമീങ്ങളെയും ഹബീബ് അംഗീകരിച്ചിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെ കിടക്കണമെന്ന് ചോദിച്ചത് വഫാത്തായ നബിയോടാണ്. മറുപടി കൊടുത്തു, അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കഠിനമായ ഭരണം നടത്തിയപ്പോ ഒന്ന് മയം ചെയ്യണമെന്ന ഓർഡർ മദീനയിൽ നിന്നാണ്. ഒന്ന് മയപ്പെടുത്തണേ ഉമറേ. മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവിടുന്ന് വീട്ടുതടങ്കലിലായപ്പോ പാനീയം വേണോന്ന് ചോദിച്ചു സ്വർഗത്തിലേക്ക് വിളിച്ചത് ഹബീബാണ്. അൽ ബിദായ വന്നിഹായ. അലി റളിയല്ലാഹു അൻഹു വിശന്നുകൊണ്ട് പള്ളിയിൽ കിടക്കുമ്പോ ഭക്ഷണം കൊടുത്ത് കാരക്ക കൊടുത്ത് സമാധാനിപ്പിച്ചത് ഹബീബാണ്. മുസന്നഫ് അബ്ദുർ റസാഖ്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ആത്മജ്ഞാനത്തിന്റെ ഗിരിശൃംഗങ്ങളിൽ നിന്ന് കർമ്മശാസ്ത്രത്തിന്റെ അമരത്തേക്ക് മാടി വിളിച്ചത് ഹബീബിന്റെ റൗളയിൽ നിന്നാണ്. ഹയാത്തു അബീ ഹനീഫ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഹബീബിനോടുള്ള പ്രണയം കൊണ്ട് മദീനയിൽ സമ്മതം നൽകിയത് ആരെന്നറിയുമോ? അതും അതാ മദീനയിലെ രാജാവാണ്. സവാനിഹേ മാലിക് ബിൻ അനസ്. ഷാഫി ഇമാം തങ്ങൾ 10 വയസ്സുള്ളപ്പോ മക്കത്ത് കിടന്നുറങ്ങുമ്പോ മിൻ അയ്യറഹത്തിൻ യാ മുഹമ്മദ്, ഓ മുഹമ്മദേ ഏതു ഗണത്തിലുള്ള ആളാണ് എന്ന് വിളിച്ചിട്ട് വായിൽ തുപ്പുനീര് കൊടുത്ത് ഹദീസ് പറയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇമാം ബൈഹഖിയുടെ മനാഖിബുൽ ഇമാം ശാഫിഈ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹുവിനെ അതാ ഖുർആൻ സൃഷ്ടിയാണെന്ന് വാദിച്ചവരെ തല്ലിച്ചതച്ചപ്പോ
ഇടറാതെ പതറാതെ നിൽക്കണേ അബൂ അബ്ദില്ലാ എന്ന് വിളിച്ചു പറഞ്ഞത് മദീനയിലെ രാജാവാണ് തബഖാത്ത്. അതുപോലെ ഇബ്നുൽ ജൗസിയുടെ അഹ്മദ് ബിൻ ഹംബൽ. ഇനി വരൂ, അടുത്ത ലോകം ഇമാം ബുഖാരിയുടേതാണ്. കിതാബ് എഴുതിയത് മദീനയിലെ വെളിച്ചത്തിൽ നിന്നാണ്. മുസ്ലിമുൻ നൈസാബൂരിയുടെ രചനയും ഹബീബിന്റെ സമ്മതമാണെന്ന് മദ്ഖൽ. അതുപോലെ 6 ഹദീസിന്റെ ഇമാമിങ്ങളും ലോകത്തോട് സംവദിച്ചത് മദീനയിലെ സമ്മാനമാണ്. ഇനി വരൂ, ബഹുമാനപ്പെട്ട അബുൽ ഹസനുൽ അശ്അരി ആത്മീയ ലോകത്തിന്റെയും അഖീദയുടെ ലോകത്തിന്റെയും നിയന്ത്രണമേറ്റെടുത്തത് ഹബീബിന്റെ പ്രഖ്യാപനമാണെന്ന് തബീനു കദിബിൽ മുഫ്തരി. ബഹുമാനപ്പെട്ട അഖീദയുടെ ഇമാമുകൾ മുഴുവനും ലോകത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? ഞാൻ ഈ പരമ്പര പറഞ്ഞു വന്നത് മറ്റൊന്നിനുമല്ല. അതാ പൊന്നാനിയിൽ നിന്ന് ഫത്ഹുൽ മുഈനിന്റെ രചന നടത്തിയപ്പോ മക്കയിൽ നിന്ന് ഹബീബിന്റെ സമ്മതത്തോടെ വന്ന് സമ്മതം കൊടുത്ത മഹാനാണ് ഇബ്നു ഹജറുൽ ഹൈതമി ഖാതിമത്തുൽ മുഹഖ്ഖിഖീൻ. അങ്ങനെ തുടർന്നു വരുന്ന ചരിത്രത്തിൽ ഫത്ഹുൽ മുഈനിന് സമ്മതം കൊടുക്കാൻ മക്കയിൽ നിന്ന് ഹൈതമി റളിയല്ലാഹു അൻഹു വന്നിട്ട് പിന്നീടൊരു സമ്മതം കൊടുക്കാൻ മക്കായിലെ മസ്ജിദുൽ ഹറാമിലെ ബാബുസ്സലാമിന്റെ ചാരത്തിരുന്ന് സഹീഹുൽ ബുഖാരി ഓതിക്കൊടുത്ത ബഹുമാനപ്പെട്ട മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ വന്നു. നമ്മുടെ ഉസ്താദിന്റെ ഈ മർക്കസിന് ശിലാസ്ഥാപനം നടത്താൻ. അത് ചരിത്രത്തിന്റെ തുടർച്ചയാണ്. പരമ്പരയായി ഇമാമിങ്ങൾക്ക് മുഴുവൻ കിട്ടിയ സമ്മതത്തിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് കൂട്ടുകാരാ, നമ്മുടെ ചലനങ്ങളെല്ലാം മദീനയിലെ രാജാവ് അറിയുന്നുണ്ടേ.